കെ എം മൗലവിയുമായി സംസാരിച്ചു കഴിഞ്ഞ് ഈ സുന്നി പണ്ഡിതന്മാർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കേട്ടതിന് ശേഷം ഏനിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ആ യോഗത്തിൽ ഏനിക്കുട്ടി മുസ്ലിയാർ പ്രഖ്യാപിച്ചത് എന്താണെന്നറിയാം നിങ്ങള്? മുസ്ലിയാരാണ് ഐക്യസംഘം പിഴച്ച കക്ഷിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞത്, കേരള മുസ്ലിങ്ങളുടെ ഇന്നത്തെ ശോച്യാവസ്ഥയിൽ ഇമാതിരി ഒരു സംഘടന അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അപ്പൊ ഇമാതിരി ഒരു സംഘടന ഇന്നത്തെ ശോച്യാവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാ ഏനിക്കുട്ടി മുസ്ലിയാർ എന്നെ പ്രഖ്യാപിച്ചത്. അല്ലാതെ ഐക്യസംഘം ലാലാണ് മുതില്ലാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വരുന്നത് എങ്ങനെയാണ് എന്ന്. കോട്ടയ ഐക്യസംഘത്തിന്റെ 3ാമത്തെ സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ സമ്മേളനം കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ചേരാൻ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ച് അതിന്റെ പ്രചാരണങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോ നാട്ടിലുള്ള സുന്നി മുസ്ലിയാക്കന്മാര് പറഞ്ഞു, ഈ ഐക്യസംഘം വഴിപിഴച്ചവരാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ തെളിയിച്ചോളി. ഇപ്പോഴൊന്നും ഞങ്ങൾ തെളിയിക്കൂല. പിന്നെ എപ്പോഴാ തെളിയിക്കുക? നിങ്ങൾ ഐക്യസംഘത്തിന്റെ സമ്മേളനം ഉണ്ടല്ലോ, ആ സമ്മേളനത്തിൽ വന്നിട്ട് അവിടെ വെച്ചിട്ടാണ് തെളിയിച്ചു തരാ എന്ന് പറഞ്ഞു. അപ്പോ ഇതിനു മുമ്പൊന്നും തെളിയിക്കൂലെങ്കിൽ എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ആ നിലക്ക് എന്ത് ചെയ്തു? അവരെ ഹിമായത്തുൽ ഇസ്ലാം മദ്രസയിലേക്ക് അവരെ ക്ഷണിച്ചു. അവർ പങ്കെടുത്തു. അവിടെ വെച്ച് സംവാദം നടന്നു. ആ സംവാദത്തില് ഇരുഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാര്, ആ കൂട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി, കെ എം സീതി സാഹിബ്, ഇ കെ മൗലവി എന്നിവരും, മറുപക്ഷത്ത് നിന്ന് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ മുസ്ലിയാർ ചാലിയത്തെ, ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ മുസ്ലിയാർ, അച്ചിപ്ര കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നിവരും പങ്കെടുത്തു. മുസ്ലിയാക്കന്മാരുടെ ചോദ്യങ്ങൾക്കെല്ലാം ചുടുചുടുന്നനെയുള്ള മറുപടി മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി നൽകി. ഇതൊക്കെ നൽകിയപ്പോ യഥാർത്ഥത്തിൽ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവസാനം ഒരു ചോദ്യം ഷിഹാബുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. എന്താ? ഐക്യസംഘം മാസികയിൽ മുസ്ലിയാക്കന്മാർക്ക് ഇസ്ലാമിക ചരിത്രം ശരിക്കും അറിയില്ല എന്നെഴുതിയിട്ടുണ്ട്, ഇത് ശരിയല്ലല്ലോ എന്ന് ചാലിയാത്തി ചോദിച്ചു. അപ്പോ ഉടനെ തന്നെ ഇ കെ മൗലവി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ ലേഖനം എഴുതിയത് ഞാനാണ്, ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞാനത് എഴുതിയത്, എനിക്കത് തെളിയിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് മുസ്ലിയാക്കന്മാരുണ്ടല്ലപ്പോ, ഞാൻ അവരോട് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാം, അവരതിന് മറുപടി പറയട്ടെ. ആ മറുപടി കേട്ടിട്ട് അവർക്ക് ചരിത്രം അറിയുമോ ഇല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് ഇ കെ മൗലവി പറഞ്ഞപ്പോ പിന്നെ പൊതുജനങ്ങളെ മുമ്പിൽ വാദപ്രതിവാദം, വെല്ലുവിളി, ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോടാന്നൊക്കെ പറയെങ്കിലും തെളിവുണ്ട്, 12 ആയത്ത്, 36 ആയത്ത്, 40 ഹദീസ്, 400 ഹദീസ് എന്നൊക്കെ പറയെങ്കിലും നേരിട്ടാകുമ്പോ അത്ര തന്നെ ഉശിരുണ്ടാകാറില്ല എന്നുള്ളത് വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും പണ്ടും ഇന്നും നടന്നത് കണ്ടും കേട്ടും തഴമ്പിച്ച് ശീലിച്ച് അനുഭവിച്ചു മനസ്സിലാക്കിയ ഇസ്ലാഹി കേരളത്തിനോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്തു? ഇ കെ മൗലവി അതിന് സന്നദ്ധനായപ്പോ അവര് അവിടുന്ന് പറഞ്ഞു, അത് വേണ്ട, ആ വിഷയമൊന്നും ഇപ്പോ നമ്മളിവിടെ പ്രശ്നമാക്കേണ്ടതില്ല, അതൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ബാക്കിയുള്ള ഇവരുടെ അഭിമാനം കൂടി അവിടെ നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ട് അത് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമ്മേളനം നടത്താൻ പോലും സമ്മതിക്കാത്ത വിധത്തില് അതിന്റെ പ്രചാരണത്തിന് തടസ്സം സൃഷ്ടിക്കാന്, അതിനിപ്പോ എതിരിൽ പറയാനുള്ളത് ജനങ്ങളോടങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ. ഈ പ്രസ്ഥാനം നടത്തേണ്ടത് പിന്നെ എന്തിന് തടയണം? ഇതുപോലെ വേറെ സമ്മേളനം നടത്തിക്കൂടെ? അങ്ങനെ ചെയ്യല്, ഗണന പ്രസംഗം വേറെ നടത്താം, അതേപോലെ തന്നെ തങ്ങളുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നില്ലേ? അതല്ല പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 924 ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി 24-ലും 25-ലുമൊക്കെ അതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ 926 കോഴിക്കോട് വെച്ചിട്ടാണ് സമസ്ത എന്ന് പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കുന്നത്. അതുവരെ കേരളത്തിൽ സുന്നികൾക്കൊരു സംഘടന അല്ല. ആദ്യത്തെ സംഘടന മുജാഹിദീങ്ങളുടെ സംഘടനയാണ്. നിഷ്പക്ഷ സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടന. ആ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിരിൽ 2 വർഷം കഴിഞ്ഞ് 926-ലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ വേറെ സംഘടന രൂപീകരിക്കുന്നത്. പിന്നീട് ഇവർ സംഘടന രൂപീകരിച്ച് കഴിഞ്ഞതിന് ശേഷം വെല്ലുവിളികളും വാദപ്രതിവാദത്തിനുള്ള വിളികളും അതിന് പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളെയും രംഗത്തിറക്കുകയും അങ്ങനെ നിരന്തരമായി ഈ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. ആ കൂട്ടത്തിലാണ്
പിന്നെ കാറ്റാനം പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ 2 കൊമ്പും ഒരു തുമ്പിയുമായിട്ട് വലിയ ഒരു മഹാപണ്ഡിതൻ എന്ന പേരിൽ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ കൊണ്ടുവന്നത്. ഇന്നത്തെ പോലെ കാറും സുപ്പൊക്കെ മേഴ്സിഡീസിലാണ് അത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാർ ആ നിലവാരത്തിലുള്ളവർ ഇന്ന് വരുന്നത്. പക്ഷെ അന്ന് മേഴ്സിഡീസ് ഒന്നുമില്ല. അന്നത്തെ മേഴ്സിഡീസ് എന്ന് പറഞ്ഞാല് എന്താണെന്നറിയോ? അത് പിന്നെ മഞ്ചൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ആ മഞ്ചലിൽ ശീല ഉണ്ടാവും. ആ ശീലയിൽ ഇയാൾ ഇങ്ങനെ കിടക്കും. അതിന്റെ 2 അറ്റത്ത് പാവപ്പെട്ട മനുഷ്യന്മാരിങ്ങനെ തോളിൽ വെച്ചിട്ട് ഏറ്റിയിട്ട് അങ്ങനെ കൊണ്ടുപോകും. ഇതായിരുന്നു പഴയ കാലത്തെ അവസ്ഥ. പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർക്ക് ഒരു സ്ഥലത്ത് പ്രസംഗം നടക്കണമെങ്കിൽ ആ പതിയുടെ പ്രസംഗം കേട്ട ആളുകളുണ്ടെങ്കിൽ, സംഘടിപ്പിച്ച ആളുകളുണ്ടെങ്കിൽ, അതിനെപ്പറ്റി കേട്ടവരുണ്ടെങ്കിൽ അവർക്കറിയാം മെനുവിന്റെ ലിസ്റ്റ് ആദ്യം കൊടുത്തയക്കും. അതിൽ വളരെ കർശനാണ്. അദ്ദേഹത്തിന് കഴിക്കാനുള്ള, കുടിക്കാനുള്ള, കുളിക്കാനുള്ള എല്ലാം വേണം. ആ വാദംകൊല്ലിന്റെ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇല ഉണ്ട്. ആ ഇല ഇട്ട് കാച്ചിയ വെള്ളം അത് ചെമ്പുകൾ നിറച്ചു വെച്ചു കൊടുക്കണം കുളിക്കണമെങ്കിൽ. പിന്നെ പാല്, അതേപോലെ ഭക്ഷണ സൗകര്യങ്ങൾ, ഇതൊക്കെ പ്രത്യേകമായ രൂപത്തിൽ ഒരുക്കി കൊടുക്കണം. ആ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ 951 കുന്നമംഗലത്ത് ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ അങ്ങ് അദ്ദേഹം മൂത്രമൊഴിച്ചിട്ട് അതിലുണ്ട് ഒഴുക്കിക്കളയണം. അതിന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഒന്ന് മൂത്രിച്ച് ഒഴുക്കിക്കളയാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നു പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. പതി വന്നിട്ട് ഭയങ്കര പ്രസംഗം. ആ വയലിൽ അദ്ദേഹം വെല്ലുവിളിച്ചു. വെല്ലിനെ വല്ലാതെ അങ്ങ് വിളിച്ചപ്പോ ആ സദസ്സിലിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പ്രദേശത്ത് തൊട്ടടുത്ത പ്രദേശത്തുകാരനായ കാര്യദർശി കൊല്ലംകണ്ടി മമ്മു സാഹിബ് എന്ന് പറയും. ആ കൊല്ലംകണ്ടി മമ്മു സാഹിബ് സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പൗരപ്രമുഖനും പ്രമാണിയും നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ കഴിയാത്തവനുമായ കൊല്ലംകണ്ടി മമ്മു സാഹിബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ വെല്ലുവിളി ഞങ്ങൾ മുജാഹിദീങ്ങൾ